നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അലിഖിതമായ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ് മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളുമൊക്കെ എന്ന് ആലപ്പുഴ ജില്ലാ ജഡ്ജി P. സോമരാജൻ. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ആലപ്പുഴ സബ് കളക്ടർ GR ഗോകുൽ. പുളിങ്കുന്ന് രാജീവ് ഗാന്ധി ട്രോഫിയുമായി ബന്ധപ്പെട്ട ആലോചനായോഗം കുട്ടനാട് താലൂക്ക് ഓഫീസിൽ നടന്നില്ല. വാർത്തകൾ വിശദമായി. ലിഖിതവും അലിഖിതവുമായ നിയമങ്ങളെ സാമൂഹികവും മാനുഷികവുമായ വീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞ് മുന്നേറിയവരാണ് മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളുമെന്ന് ആലപ്പുഴ ജില്ലാ ജഡ്ജി P. സോമരാജൻ. ലിഖിത നിയമങ്ങൾ നാം മാത്രമാണെന്നും അലിഖിതമായ നിയമത്തിന്റെ സാഹോദര്യത്തിന്റെ പരസ്പര ധാരണയുടെയും സാമൂഹ്യ സാംസ്കാരിക മാനുഷിക മണ്ഡലങ്ങളിലെ എഴുതപ്പെടാത്ത നിയമങ്ങൾ പാലിക്കപ്പെടുന്നിടത്ത് ലിഖിത നിയമങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും P. സോമരാജൻ പറഞ്ഞു. കുട്ടനാട് താലൂക്ക് NSS HR സെന്ററിന്റെയും ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും കുട്ടനാട് താലൂക്ക് നിയമസേവന കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന നിയമവിഷയ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യശസ്വീനായ മന്നത്ത് പത്മനാഭന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ, ഈ ചോദ്യത്തിന് ഉത്തരം നേരത്തെ തിരിച്ചറിഞ്ഞ കുറെ മഹാ വ്യക്തികൾ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് പ്രമുഖനായ യശസ്വീനായ മഹാത്മാവായ ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞതിനുള്ള സാമൂഹ്യ വീക്ഷണത്തിൽ കൂടി മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യശസ്വീനായ മന്നത്ത് പത്മനാഭന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും അങ്ങനെ മക വ്യക്തികളുടെ എല്ലാം ജീവിതത്തിലുണ്ടായ പന്നത ഫലവും മാറ്റിവെക്കുക. നിയമം എന്താണെന്ന് ആദ്യം അറിഞ്ഞെങ്കിൽ മാത്രമേ നിയമവിജ്ഞാനത്തിന്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കുട്ടനാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് P. K. രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ നിക്സൺ M. ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടനാട് താലൂക്ക് നിയമസേവന കമ്മിറ്റി ചെയർമാനും രാമങ്കരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായ M. E. അലിയാർ, ആലപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുദർശനകുമാർ, കുട്ടനാട് NSS യൂണിയൻ താലൂക്ക് സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ക്രിമിനൽ നിയമങ്ങളും സ്ത്രീകളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് A. അനിൽകുമാർ നിയമബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ശ്വാസകോശ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നതിനാൽ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പുകൾ മൊബൈൽ ക്യാമ്പുകളാക്കി മാറ്റണമെന്ന് ആലപ്പുഴ സബ് കളക്ടർ GR ഗോകുൽ പറഞ്ഞു. കുട്ടനാട് ലയൺസ് ക്ലബ്ബും സിപ്ലയുമായി സഹകരിച്ച് മങ്കുമ്പിൽ നടന്ന ശ്വാസകോശ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലത്തെ മെഡിക്കൽ ക്യാമ്പ്സ് നിങ്ങൾക്ക് അസുഖം കണ്ടെത്താനും അതിനുള്ള പ്രിലിമിനറി ചികിത്സ നേടാനും സഹായിക്കുന്നതാണ്. അപ്പൊ ഇത് നടത്തിയ ഇത് ഓർഗനൈസ് ചെയ്ത ലയൺസ് ക്ലബിന്റെ ആശംസകൾ. എനിക്കത് കുറച്ചുകൂടി ഉൾപ്രദേശങ്ങളിൽ അങ്ങോട്ട് പോയി ഇന്റീരിയൽ ഏരിയാസിൽ പോയി നടത്തണമെങ്കിൽ കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അവിടെ പോയി കുറച്ചുകൂടി മീനിങ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മണല അധ്യക്ഷത വഹിച്ചു. MC കുഞ്ചപ്പൻ, ജോസഫ് മാത്യു, ജോപ്പൻ ജോയി, ജേക്കബ് സാണ്ടർ, സെബാസ്റ്റ്യൻ പാലക്കുളം, KC മാത്യു, ബിജോ, ജേക്കബ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പുളിങ്കുന്ന് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കുട്ടനാട് താലൂക്ക് ഓഫീസിൽ തഹസീൽദാർ വിളിച്ച ആലോചനായോഗം നടന്നില്ല. രാജീവ് ഗാന്ധി ട്രോഫി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് ക്ലബിന്റെ അധികാരാവകാശങ്ങളിൽ കുട്ടനാട് തഹസീൽദാരും റവന്യൂ ഉദ്യോഗസ്ഥരും കയറിപ്പറ്റാൻ ശ്രമിക്കുന്നതിനെതിരെ ഹൈക്കോടതി വിധി സമ്പാദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് ഓഫീസിൽ നടത്താനിരുന്ന യോഗം മാറ്റിവെക്കുകയോ നടത്താതിരിക്കുകയോ ചെയ്തത്. എന്നാൽ ഇതുമായി സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം നൽകാൻ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തഹസീൽദാർ തയ്യാറായില്ല. രാജീവ് ഗാന്ധി ബോട്ട് റേസ് ക്ലബിന്റെ അധികാരാവകാശങ്ങളിൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ബോട്ട് ക്ലബ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കെ രാജീവ് ഗാന്ധി ബോട്ട് റേസ് ക്ലബിന്റെ അധികാര അവകാശങ്ങളിൽ കടന്നുകയറാൻ കുട്ടനാട് തഹസീൽദാരോ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോ ശ്രമിച്ചാൽ അവർ എത്ര ഉന്നതരായിരുന്നാലും കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയരാകേണ്ടി വരുമെന്ന് അനിൽ ബോസ് പറഞ്ഞു. 2013 21ാമത് ജലമേള കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടക്കേണ്ടതാണ്.
എന്നാൽ 2012 ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, വിവാദങ്ങൾ, അതിൻ്റെ ഒരു ആവർത്തനം അതെന്തായാലും പൊതുജനങ്ങൾക്ക് അത്ര സുഖകരമാവില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് അതിനുവേണ്ടിയുള്ള മുൻകൈ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നത്. ക്ലബിൻ്റെ വാർഷിക പൊതുയോഗം നടക്കുകയും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും വള്ളംകളി നടത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ഒക്കെ സജീവമായി നടന്നു വരുന്നുണ്ട്. എന്നാലും നമ്മൾ അതിന് ഒരു ആവേശം കാണിക്കാതിരുന്നത് പുതിയൊരു വിവാദം വേണ്ട എന്ന് കരുതിയാണ്. നവംബർ മാസം 30 12 മണിക്ക് ഒരു യോഗം നടത്തുന്നു എന്ന നിലയിൽ തഹസീൽദാരുടെ ഒരു നോട്ടീസ് കിട്ടുകയുണ്ടായി. ക്ലബിനാണ് അതിൻ്റെ അവകാശമെന്ന് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഉത്തരവായിട്ടുള്ളതാണ്. പുതിയ തഹസീൽദാരോ പുതിയ ADMനോ പുതിയ RDOയ്ക്കോ ഇതറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനൊരു യോഗം വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ ഉത്തരവുകളുടെ പകർപ്പുണ്ടെങ്കിൽ സമർപ്പിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ നോട്ടീസ് ഞാനാണ് കിട്ടിയത്. ഇന്ന് രാവിലെ എല്ലാ കോടതിയുടെ ഉത്തരവുകളും പുതിയ മുന്നറിയിപ്പ് നോട്ടീസും വക്കീൽ നോട്ടീസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തഹസീൽദാർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. നവംബർ 30 ശനിയാഴ്ച ഹൈക്കോടതി ഉത്തരവിനെയും രാജീവ് ഗാന്ധി ട്രോഫി ബോട്ട് റേസ് ക്ലബിനെയും മറികടന്ന് വള്ളംകളിയുടെ നടത്തിപ്പിനായി തഹസീൽദാർ വിളിച്ച യോഗ നോട്ടീസിനെ തുടർന്ന് തഹസീൽദാർക്ക് വക്കീൽ നോട്ടീസ് അയച്ചതായും അദ്ദേഹം പറഞ്ഞു. 2008 മുതൽ 2011 വരെ വിജയകരമായി വള്ളംകളി നടത്തിയ തന്നെയും ക്ലബ് അംഗങ്ങളെയും അപകീർത്തിപ്പെടുത്തുവാനും വിവാദങ്ങൾ സൃഷ്ടിക്കുവാനുമാണ് 2012 വള്ളംകളി ഇക്കൂട്ടർ തന്നെ അലങ്കോലമാക്കിയത്. 2013 രാജീവ് ഗാന്ധി ബോട്ട് റേസ് ക്ലബ്ബ് വള്ളംകളി നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ്. എന്നാൽ തഹസീൽദാരെ മുൻനിർത്തി വള്ളംകളിയുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചതിന് പിന്നിൽ സ്വാർത്ഥ താൽപര്യക്കാരാണ് ഉള്ളത്. ഇവരെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളാണ് പ്രദേശവാസികളിൽ ശ്വാസകോശ രോഗങ്ങൾ വ്യാപകമാകാൻ കാരണമെന്ന് ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ K. വേണുഗോപാൽ. കുട്ടനാട്ടിലെ കൃഷിരീതികൾ ഒരിക്കൽ തീർത്തും ജൈവപരമായിരുന്നു. എന്നാൽ ഇന്ന് കടുപ്പമേറിയ രാസവളങ്ങളും കീടനാശിനികളും കുട്ടനാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ പരിണിതഫലങ്ങളാണ് കുട്ടനാട്ടിൽ വ്യാപകമാകുന്ന ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കാരണമെന്നും ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു. കുട്ടനാട് ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ശ്വാസകോശ രോഗ നിർണയ ക്യാമ്പിൽ പങ്കെടുത്ത് KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് ഏരിയയിലെ ഈ 2 ശ്വാസകോശ രോഗങ്ങളും ക്യാൻസറും കൂടി വരുന്നതായിട്ട് പഠനങ്ങൾ പലതും തെളിയിച്ചിട്ടുണ്ട്. അതിന് ഒരു കാരണമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമിതമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം തന്നെയാണ്. കീടനാശിനികൾ ഏത് തരത്തിലായാലും ഈ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പം നമുക്ക് അത് തടയാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. പിന്നെ അത് ഉപയോഗിക്കുന്നവർ, ഇത് സ്പ്രേ ചെയ്യുന്നവർ പ്രധാനപ്പെട്ട പ്രിക്കോഷൻസ് എടുക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. കയ്യിൽ എപ്പോഴെങ്കിലും ഇത് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി കളയണം. എപ്പോഴായാലും ഇതിന്റെ ഉപയോഗം പാടത്ത് ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞിട്ട് കുളിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് എത്രയായാലും മനുഷ്യ നന്മയ്ക്ക് വളരെ പ്രാധാന്യമാണ്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അത് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. മരുന്നെന്നുള്ളത് ഒരു മരുന്ന് ഏത് കെമിക്കലും മരുന്നെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എല്ലാ പെസ്റ്റിസൈഡിന്റെയും പുറത്ത് പോയിസൺ വിഷമൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. നിർമ്മിതി കേന്ദ്രങ്ങൾ നിർമ്മിതികൾ എങ്ങനെ നടത്താതിരിക്കാം എന്നാലോചിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയെന്ന് G. സുധാകരൻ MLA. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർ തന്നെ സബ് കോൺട്രാക്ടാണ് കൊടുക്കുന്നത്. അവർക്ക് പണിയില്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ സബ് കോൺട്രാക്ട് കൊടുക്കണം. ഇത് മന്ത്രിമാരും ശ്രദ്ധിക്കാറുണ്ടോ? ആരും ശ്രദ്ധിക്കാറില്ല. ഗവൺമെന്റ് മാറി മാറി വന്നാൽ ഇതൊന്നും മന്ത്രി ശ്രദ്ധിക്കൂല. അദ്ദേഹത്തിന്റെ ജോലിയല്ല ഇത്. ഇതാണ് പ്രശ്നം. പിന്നെ കോസ്റ്റ് ഫോർഡ് എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കി എന്നുള്ള ഈ കോസ്റ്റ്, അതോടെ തീരപ്രദേശമാണ്, അതിന് പിടിയില്ല. COST അപ്പം ചെലവാണ്. ഒരു ചെലവ് കുറവില്ല, പണിന് കൊടുക്കത്തുമില്ല. പൈസ കൊടുത്തേ ഉള്ളൂ. അവർ പണിയത്തില്ല. 4, 5, 6 വർഷമൊക്കെ അവർ ചെറിയതല്ല. ഇപ്പോഴുള്ള കാര്യം പറയുന്നത്. പിന്നെ എന്താണ് നിർമ്മിതി കേന്ദ്രം എങ്ങനെ നിർമ്മിക്കാതിരിക്കാമെന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഡിസ്ട്രിക്ട് ചെയർമാനാണ്, ഭയങ്കര ഇതാണ്. എവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള MP MLA ഫണ്ടുകൾ നിർമ്മിതി കേന്ദ്രം പാഴാക്കി കളയുകയാണെന്നും ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിർമ്മിതി കേന്ദ്രങ്ങൾ ആലപ്പുഴ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടെന്നും G. സുധാകരൻ പറഞ്ഞു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് ജോൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, ഷാജി മോഹൻ, KL ബിന്ദു, PP മധു തുടങ്ങിയവർ സംസാരിച്ചു. കന്നുകാലികൾക്ക് കുളമ്പ് രോഗത്തിന് നൽകുന്ന മരുന്നുകൾ കാലപ്പഴക്കം മൂലം നശിച്ചവയാണെന്ന് കേരള അപ്രസീവ് ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ. മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്ന മരുന്നുകൾ കാലപ്പഴക്കം മൂലം നശിച്ചവയാണെന്നും മൃഗചികിത്സാ രംഗത്ത് മരുന്ന് കുംഭകോണമാണ് നടക്കുന്നതെന്നും ഫാർമേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ഇതിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്തൊട്ടാകെ കൂടുതലും കുളമ്പ് രോഗത്തിന് കാരണമായിട്ടുള്ളത്. ഇത് അടിയന്തരമായി ഗവൺമെന്റ് പരിശോധിക്കണം. അതുപോലെ 3 മില്ലി മരുന്നാണ് ഒരു പശുവിന് 6 മാസത്തിലൊരിക്കൽ കുത്തിവെച്ചുകൊണ്ടിരുന്നത്.
ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് 2 മില്ലിയായി ചുരുക്കി വർഷത്തിൽ 1 അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മരുന്ന് കുത്തിവെച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് നടക്കം ഉദ്യോഗസ്ഥന്മാർ ക്ഷീരകർഷകരുടെ വീട്ടിലെത്തി സാമ്പിള് ശേഖരിച്ചിട്ട് പോകും. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഒരിക്കലും കർഷകർക്ക് എത്താറില്ല. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിനായി സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കി കൃത്യസമയത്ത് മരുന്നെത്തിച്ചിട്ടും കർഷകർക്ക് ലഭ്യമാകുന്നില്ല. അധികാര വടംവലിയും സമരവും കാരണം ഗുണനിലവാരം നശിച്ച ശേഷമാണ് മൃഗസംരക്ഷണ വകുപ്പ് മരുന്ന് വിതരണം ചെയ്യുന്നത്. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ആർ സുനിൽ, MM തിലകൻ, TS സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി 805 നമ്പർ സർവീസ് സഹകരണ സംഘത്തിലെ അഴിമതി മൂലം പിരിച്ചുവിട്ട സൊസൈറ്റിയിൽ 3-അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണമേറ്റു. സഹകരണ സംഘത്തിലെ അഴിമതി വ്യക്തമായതിനെ തുടർന്ന് അംഗങ്ങളെ 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. സൊസൈറ്റി കെട്ടിട നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയും നിമിത്തമാണ് പഴയ ഭരണസമിതിയെ പിരിച്ചുവിട്ടത്. KCV വാർത്തകളെ തുടർന്നാണ് ഭരണസമിതിയെ അയോഗ്യരാക്കിക്കൊണ്ട് ഉത്തരവായത്. ബിജു ബാലത്തിങ്കൽ, ജെയിംസ് ചുങ്കത്ത്, അഡ്വക്കേറ്റ് CP സൈജേഷ് എന്നിവരടങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് പുതിയ ഭരണ ചുമതല. കേരള അൺഎയ്ഡഡ് ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവം എടത്വ ആനപ്രമ്പാൽ മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം കലോത്സവം ഉദ്ഘാടനം ചെയ്തു. റവൻ ഫാദർ വർഗീസ് തോമസ്, രമണീയ സ്വാനു, വിനോദ്, റോയി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകളിൽ നിന്ന് 1-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ജൈവസിദ്ധമായി കിട്ടിയിട്ടുള്ള, നൈസർഗികമായി കിട്ടിയിട്ടുള്ള അവരുടെ കഴിവുകൾ സ്വയം കണ്ടെത്തിക്കൊണ്ട് ആ സ്വയം കണ്ടെത്തലിന്റെ തിരിച്ചറിവിലൂടെ അവരുടെ ജീവിതത്തിന്റെ പ്രയാണത്തിലേക്ക് മുന്നോട്ട് കുതിക്കുവാനായിട്ടുള്ള വലിയൊരു കൈത്താങ്ങായി ഇതുപോലെയുള്ള കലോത്സവങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കും. നമുക്കറിയാം, പലപ്പോഴും നമ്മൾക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകൾ വേണ്ട സമയത്ത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ പ്രതിഭകൾ പ്രകടിച്ചു പോയിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ വളരെ ഹിറ്റായിട്ട് കാര്യമാണ് ചന്ദ്രലേഖ എന്ന് പറയുന്ന പത്തനംതിട്ട കാരണം ലോകത്തിലെ യൂട്യൂബിലൂടെ 5 ലക്ഷം ലൈക്കിലധികം കടന്ന് മലയാളം, തമിഴ് സിനിമകളിൽ പാടുവാനായിട്ടുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഔഷധ രംഗത്തുണ്ടാകുന്ന ചെറുതും വലുതുമായ ഏത് പ്രശ്നങ്ങളെയും സമൂഹം വളരെ പ്രയാസപ്പെട്ടാണ് നോക്കിക്കാണുന്നത്. മരുന്നുകളുടെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ, വിലയുടെ കാര്യത്തിൽ ഒക്കെ തന്നെ കൺസ്യൂമർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന് പരാതികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഈ മരുന്ന് വിൽപ്പനയും മരുന്നുമായി ബന്ധപ്പെട്ട ഫാർമസിയും ഒക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ മൊത്തം നിയന്ത്രണത്തിൽ വന്നാൽ മാത്രമേ ഗുണമേന്മയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് B രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് AN സുനിൽ, EN രാജേന്ദ്രൻ, ശിവകുമാർ, KM ജോർജ്, P സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനവും യാത്രയയപ്പും നടന്നു. കേരള വിശ്വകർമ്മസഭ കുട്ടനാട് താലൂക്ക് യൂണിയൻ പൊതുയോഗം ഡിസംബർ 1 രാവിലെ 10 രാമങ്കരി പഞ്ചായത്ത് ഹാളിൽ നടക്കും. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി BS ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് PK സദാനന്ദൻ അധ്യക്ഷത വഹിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ.
അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. തലവടി കൊച്ചമനം നിഴൽ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ കൊച്ചമനം ജംഗ്ഷനിലുള്ള 8 ബിൽഡിംഗിൽ വെച്ച് സൗജന്യ ശ്വാസകോശ രോഗ അലർജി നിർണയ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടിയിലൂടെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ 45 പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും വരുമാന പരിധി 3 ലക്ഷമാക്കി ഉയർത്തി എല്ലാവരെയും പെൻഷന് അർഹരാക്കിയതും UDFന്റെ ഭരണനേട്ടമാണെന്ന് യൂത്ത് കോൺഗ്രസ് കൈനകരി മണ്ഡലം കമ്മിറ്റി. കൈനകരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെ കറ്റാനം ഷാജിയുടേതാണ് പ്രസ്താവന. മണ്ഡലം പ്രസിഡന്റ് നോബിൻ പി ജോൺ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മാവേലിക്കര മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾ കുറവുള്ള 1-2 സ്കൂളുകൾ ഒന്നാക്കാനുള്ള ആലോചന സർക്കാർ തലത്തിൽ ശക്തമാകുന്നു. കുട്ടികൾ കൊഴിഞ്ഞുപോകുന്ന 2-3 സ്കൂളുകൾ യോജിപ്പിച്ച് ഒരു സ്കൂളാക്കുക, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെ കലാകായിക പരിശീലനത്തിനുള്ള ആശ്വാസ സ്കൂളുകളാക്കി മാറ്റുക, സ്റ്റാഫ് ഫിക്സേഷനു ശേഷം അധികം വരുന്ന അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SSA, RMSA, ITED സ്കൂൾ തുടങ്ങിയ പദ്ധതികളിലേക്ക് മാറ്റുകയും താൽപര്യമുള്ളവരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായി നിയമിക്കുകയും ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. കുട്ടികളില്ലാത്ത സ്കൂളുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ കുട്ടികളെ എത്തിക്കാനും ആലോചനകൾ നടക്കുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ആദായരഹിത സ്കൂളുകളുടെ ഭാവി സംബന്ധിച്ച് സർക്കാർ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 60-ൽ താഴെ കുട്ടികൾ പഠിക്കുന്ന 3391 സർക്കാർ എയ്ഡഡ് സ്കൂളുകളും 10-ൽ താഴെ കുട്ടികളുള്ള സ്കൂളുകളുടെ എണ്ണം 143-ഉം ഒരു കുട്ടി പോലുമില്ലാത്ത 12 സ്കൂളുകളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഈ സ്കൂളുകളിലെ 10,000-ഓളം അധ്യാപകർക്കായി 200 കോടി രൂപയാണ് പ്രതിവർഷം സർക്കാർ ശമ്പള ഇനത്തിൽ ചിലവിടുന്നത്. ആലപ്പുഴ ജില്ലയിലെ 23 സ്കൂളുകളിൽ 10-ൽ താഴെ മാത്രം വിദ്യാർത്ഥികളെ ഉള്ളൂ. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം സ്കൂളുകളും എയ്ഡഡ് വിഭാഗത്തിലാണ്. ഇങ്ങനെയുള്ള സ്കൂളുകൾ പലതും അടച്ചുപൂട്ടാൻ തയ്യാറാണെന്ന് മാനേജർമാർ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുട്ടികൾക്ക് നടന്നുപോകാവുന്ന ദൂരത്തിൽ വിദ്യാഭ്യാസ സൌകര്യം വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. CPIML റെഡ് ഫ്ളാഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിനെ തുടർന്ന് കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. ആണവോർജ്ജ വകുപ്പിന്റെ കൈവശം മാത്രം സൂക്ഷിക്കേണ്ട തോറിയം അടക്കമുള്ള കണ്ടന്റുകൾ ഇതെല്ലാം സ്വകാര്യ മേഖലയുടെ കൈവശം ചെന്നാൽ ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെയോ തീവ്രവാദ സംഘടനകളുടെയോ കയ്യിൽ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ആണവായുധം വരെ നിർമ്മിക്കാനും അത് രാജ്യരക്ഷയ്ക്ക് തന്നെ അപകടമുണ്ടാക്കാനും കഴിയുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇത് ആണവോർജ്ജ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള പ്രദേശത്തെ സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കലാണ്. ആ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾ അരിനിൽക്കരുത്, കൂട്ടുനിൽക്കരുത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം KRML എന്ന് പറയുന്ന സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്കുള്ള സ്ഥാപനമാണ് ആദ്യം ഉണ്ടാക്കാൻ പരിശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ മറ്റൊരു സ്വകാര്യ സ്ഥാപനമായ CMRL വേണ്ടി വിടുപണി ചെയ്യുന്ന രൂപത്തിലേക്ക് വരെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മാറി എന്ന് പറയുന്ന ലജ്ജാകരമായ ഒരു അവസ്ഥയും ഉണ്ടായി. ജില്ലാ സെക്രട്ടറി MM ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. TM ബാബു, KV ഉദയകുമാർ, സലീം തുടങ്ങിയവർ സംസാരിച്ചു. വേഴപ്ര സെന്റ് പോൾസ് ചർച്ചിന്റെയും പൌളിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേഴപ്ര സെന്റ് പോൾസ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ജോസ് ജോബ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇവരുടെ ക്ലബ്ബ് ഇവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ കായികപരമായിട്ടുള്ള അധ്വാനം തീർച്ചയായിട്ടും ആവശ്യമാണ്.
ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ പുരോഗതിക്കും നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സിജോ ആന്റണി ഒലിപ്രക്കാട്, ജസ്റ്റിൻ തോമസ് കന്യാക്കോണിൽ, അനൂപ് പോൾ ആലഞ്ചേരി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർ അമലിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ പരിശോധനകളും മരുന്നുകളും നൽകി. കേരള സാക്ഷരതാ മിഷൻ വെളിയനാട് ബ്ലോക്കിന്റെ 10ാം തരം തുല്യതാ കോഴ്സിന്റെ ഉദ്ഘാടനം പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ചു. പഠിതാക്കൾ എല്ലാ ഞായറാഴ്ചയും പുളിങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂളിൽ നടക്കുന്ന ക്ലാസ്സിൽ എത്തിച്ചേരണമെന്ന് കോർഡിനേറ്റർ ആനിമ സക്കറിയ അറിയിച്ചു. ഇത്തിത്താനം ഫ്രണ്ട്സ് നേറ്റീവ് ബോൾ ക്ലബിന്റെയും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന നാടൻ പന്തുകളി മത്സരത്തിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ശനിയാഴ്ച നടന്നു. പാത്താമുട്ടം ചൂരച്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ മൈതാനത്ത് നടന്ന മത്സരത്തിൽ കോട്ടയം ജില്ലയിലെ പ്രശസ്ത ടീമുകളായ അഞ്ചേരി, കുഴിമറ്റം എന്നീ ടീമുകൾ തമ്മിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അഞ്ചേരി ടീം വിജയിച്ചു. സെപ്റ്റംബർ 14 തീയതി കുട്ടിക്കാനം മരീൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൽ രാജ് ഉദ്ഘാടനം ചെയ്ത നാടൻ പന്തുകളി മത്സരത്തിൽ ജില്ലയിലെ 36ഓളം ടീമുകളാണ് പങ്കെടുക്കുന്നത്. 1ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 25,000 രൂപയും 2ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 15,000 രൂപയുമാണ് ക്യാഷ് പ്രൈസ്. കോട്ടയം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കളിയാണ് നാടൻ പന്തുകളി. എരുമത്തോലിൽ നിർമ്മിക്കുന്ന പന്ത് കൈകൊണ്ട് അടിച്ചു വിടുകയും എതിർ ടീം ഈ പന്ത് പിടിക്കുകയോ കാലുകൊണ്ട് തട്ടി മറുവശത്തേക്ക് കളിക്കുന്ന ഒരു പ്രത്യേകതരം കളിയാണ് ഇത്. ഒരു ടീമിൽ 7 പേരാണുള്ളത്. 5 വരകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റുള്ള ടീം വിജയികളാവും. ഡിസംബർ 29 തീയതി ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം. മത്സരം കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിലും 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. ഡിസംബർ 20 മുതൽ കാസർഗോഡ് നടക്കുന്ന ഇന്റർ ഡിസ്ട്രിക്ട് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെലക്ഷൻ ട്രയൽ നെടുമുടിയിൽ നടന്നു. ആലപ്പുഴ ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുമുടിയിലാണ് 17 വയസ്സ് വരെയുള്ള വോളിബോൾ കായിക താരങ്ങളുടെ സെലക്ഷൻ നടന്നത്. ഡിസംബർ 20 മുതലാണ് കാസർഗോഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഞായറാഴ്ച മുഹമ്മ പുത്തനങ്ങാടിയിൽ വോളിബോൾ യൂത്ത് ചാമ്പ്യൻഷിപ്പിന്റെ സെലക്ഷൻ നടക്കും. എറണാകുളം നോർത്ത് പറവൂരിലാണ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് നടക്കുക. ആലപ്പുഴ ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ബിപിന ചന്ദ്രൻ നായർ, സെക്രട്ടറി PC ചെറിയാൻ തുടങ്ങിയവർ സെലക്ഷനിൽ പങ്കെടുത്തു. കുട്ടനാട് സബ്സ്റ്റേഷൻ പരിധിയിൽ വരുന്ന 66 kV ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡിസംബർ 3, 4 തീയതികളിൽ രാവിലെ 8 മുതൽ 6 വരെ വൈദ്യുതി വിതരണം മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇനി ചരമ വാർത്തകൾ. കുട്ടനാട് ചന്ദ്രമംഗലം ശ്രീധരൻപിള്ള നിര്യാതനായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അലിഖിതമായ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ് മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളുമൊക്കെ എന്ന് ആലപ്പുഴ ജില്ലാ ജഡ്ജി P. സോമരാജൻ. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ആലപ്പുഴ സബ് കളക്ടർ GR ഗോകുൽ. പുളിങ്കുന്ന് രാജീവ് ഗാന്ധി ട്രോഫിയുമായി ബന്ധപ്പെട്ട ആലോചനായോഗം കുട്ടനാട് താലൂക്ക് ഓഫീസിൽ നടന്നില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.